ഹായ് ഹലോ, നമുക്കിന്നൊരു ബ്രൗണി ഉണ്ടാക്കി നോക്കിയാലോ? ഞാനിവിടെ 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും ഒരു 50 ഗ്രാം മിൽക്ക് കോമ്പൗണ്ടുമാണ് എടുത്തിരിക്കുന്നത്. ബട്ടറും ചോക്ലേറ്റും കൂടി ഓവനിൽ വെച്ച് ഒരു 30 സെക്കൻഡ്സ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അത് നന്നായി ബ്ലെൻഡായി കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. അതൊന്ന് നന്നായി യോജിച്ച് വരുമ്പോൾ എഗ്ഗ് ചേർത്ത് പതിയെ ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. അത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. മൈദയും കൊക്കോ പൗഡറും വാനില പൗഡറും അല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി. വാനില എസൻസ് ആണെങ്കിൽ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപമായി യോജിപ്പിച്ച് കൊടുക്കുക. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു റെക്റ്റാങ്കിൾ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 8 ഇഞ്ച് സ്ക്വയർ ടിന്നോ അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ 2 ടിന്നിലോ ആയോ ഇത് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് കൂടി ചെറുതായി കട്ട് ചെയ്ത് ഞാനിതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. $180 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30 to 35 മിനിറ്റ്സ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫഡ്ജ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല ക്രസ്റ്റും ക്രഞ്ചിയുമായിട്ടുള്ള നമ്മുടെ ഫഡ്ജ് ബ്രൗണി അങ്ങനെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.